നമസ്കാരം. 84 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് കൊല്ലങ്കോട് സീതാർകുണ്ട് ഡാമിൽ വീണ് വരാക്കര സ്വദേശിയായ യുവാവ് മരിച്ചു. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദേശ പൗരൻ മരിച്ചു. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി മാറ്റിയിട്ട മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി യുവാവിന് പരിക്കേറ്റു. ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇരിങ്ങാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സിയിടിച്ച് യുവതി മരിച്ചു. നടവരമ്പ് സ്വദേശി 39 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. ആമ്പല്ലൂർ ജംഗ്ഷനിൽ കാലങ്ങളായി ശുദ്ധജലം ലഭിക്കാതിരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തതിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണന CPI അളഗപ്പ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃകാ കേന്ദ്ര ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. കൈതക്കുളം കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. പാലക്കാട് കൊല്ലങ്കോട് സീതാർകുണ്ട് ഡാമിൽ വീണ് വരാക്കര സ്വദേശിയായ യുവാവ് മരിച്ചു. വരാക്കര പുളിഞ്ചോട് കൊടിയത്ത് ചന്ദ്രന്റെ മകൻ 22 വയസ്സുള്ള ഷിമലാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. സുഹൃത്തുക്കൾക്കൊപ്പം ഡാം കാണാൻ പോയ ഷിമൽ കാൽ വഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ച രാവിലെയാണ് ഷിമലും സുഹൃത്തുക്കളും ഡാം കാണാൻ പോയത്. അമ്മ ഷീബ, സാന്ദ്ര, ഷിനി എന്നിവർ സഹോദരികളാണ്. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദേശ പൗരൻ മരിച്ചു. വിനോദസഞ്ചാരത്തിനായി വാൽപ്പാറയിലെത്തിയ ജർമ്മൻ പൗരൻ 60 വയസ്സുള്ള മൈക്കിളാണ് മരിച്ചത്. കോയമ്പത്തൂർ ജില്ലയിലെ വാൽപ്പാറയ്ക്ക് സമീപം ടൈഗർ വാലി വ്യൂ പോയിന്റിൽ ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. റോഡിൽ ആന നിൽക്കുന്നത് കണ്ട നാട്ടുകാർ മൈക്കിളിനോട് പോകരുതെന്ന് വിലക്കിയെങ്കിലും വകവയ്ക്കാതെ മുന്നോട്ടു പോവുകയായിരുന്നു. തൊട്ടടുത്തെത്തിയതോടെ മൈക്കിളിന്റെ സ്കൂട്ടർ ആന തട്ടിത്തെറിപ്പിച്ച ശേഷം കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ മൈക്കിളിനെ നാട്ടുകാർ ചേർന്ന് സമീപത്തെ എസ്റ്റേറ്റ് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അല്പസമയത്തിനകം മൈക്കിൾ മരണപ്പെടുകയായിരുന്നു. ജർമ്മൻ പൗരൻ ആണെന്നതൊഴികെ മറ്റു വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ കോയമ്പത്തൂർ പോലീസ് മൈക്കിളിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. മൃതദേഹം പൊള്ളാച്ചിയിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി മാറ്റിയിട്ട മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ മണ്ണാർക്കാട് സ്വദേശി 32 വയസ്സുള്ള അസ്ലമിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ അസ്ലമിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. എറണാകുളത്തെ ലുലു മാളിലെ ജീവനക്കാരനായ അസ്ലം ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടം നടന്നത്. ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 8:30യോടെ ദേശീയപാത ചന്ദ്രാപിന്നി 17-ാം കല്ലിലായിരുന്നു അപകടം. മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്തേക്ക് പോയിരുന്ന ജീപ്പിൽ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരായ മൻസൂർ, അബ്ദുൾ റഹ്മാൻ, താഹിർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മുന്നിലൂടെ വന്ന സ്കൂട്ടർ റോഡിന് കുറുകെ വെട്ടിച്ചപ്പോൾ യാത്രക്കാരിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ഡ്രൈവർ പറഞ്ഞു. ഇരിങ്ങാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവതി മരിച്ചു. നടവരമ്പ് സ്വദേശി 39 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. ലക്ഷ്മി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം നടന്നത്.
അപകടത്തെ തുടർന്ന് ഓട്ടോ ടാക്സി നിയന്ത്രണം വിട്ട് സമീപത്തെ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത്. ആമ്പല്ലൂർ ജംഗ്ഷനിൽ കാലങ്ങളായി ശുദ്ധജലം ലഭിക്കാതിരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തതിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 1 കുടുംബങ്ങൾക്കാണ് ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാട്ടർ അതോറിറ്റി ശുദ്ധജലം ലഭ്യമാക്കിയത്. ഇത് സംബന്ധിച്ച് കെ രാമചന്ദ്രൻ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് വാട്ടർ അതോറിറ്റി അടിയന്തര നടപടി സ്വീകരിച്ചത്. ശുദ്ധജലം ലഭ്യമല്ലാത്ത ആമ്പല്ലൂർ ഊട്ടോളി മൂലയിലെ 8 കുടുംബങ്ങൾക്കും ശുദ്ധജലം എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായി MLA അറിയിച്ചു. ഇതിനായിട്ടുള്ള പ്രവൃത്തികൾ തുടങ്ങിയതായും എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം CG സിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ആന്റണി തോമസ്, വർഗീസ് മാസ്റ്റർ, പോളി തെക്കേക്കര, GL പോളി, അനൂപ് TC, ആൽബിൻ ജോസ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണന CPI അളഗപ്പ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃകാ കേന്ദ്ര ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. ബഡ്ജറ്റ് കേരളത്തെ പരിപൂർണമായും അവഗണിച്ച ബഡ്ജറ്റാണെന്നും കേന്ദ്ര മന്ത്രിമാരായി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ കേരള സമൂഹത്തിന് അപമാനമായി മാറിയെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ പ്രതികരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി രാജി രാജൻ എന്നിവർ പ്രസംഗിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി VR രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി VK അനീഷ് സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം PK ആന്റണി നന്ദിയും രേഖപ്പെടുത്തി. കരുവാപ്പടിയിൽ നിന്നും മണ്ണമ്പേട്ടയിലേക്ക് പ്രകടനം നടത്തിയാണ് പ്രതീകാത്മകമായി ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചത്. കൈതക്കുളം കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. തൃശൂർ ജില്ലാ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അളഗപ്പനഗർ പഞ്ചായത്തിലെ 11ാം വാർഡിൽ കാളക്കല്ല് പുളിഞ്ചോട്ടിൽ 75 ലക്ഷം രൂപ ചെലവിൽ നടപ്പിലാക്കിയ കൈതക്കുളം പുനരുദ്ധാരണ പദ്ധതിയുടെയും പ്രദേശവാസികൾ കാലങ്ങളായി അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി നടപ്പിലാക്കുന്ന കൈതക്കുളം കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ് പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ അശ്വതി പ്രവീൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസി ഡേവിസ്, വാർഡ് മെമ്പർമാരായ VK വിനീഷ്, PS പ്രിജു, നിമിത ജോസ് എന്നിവർ സംസാരിച്ചു. KB സുരേഷ് നന്ദി പറഞ്ഞു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് PMAY ഗുണഭോക്താക്കളുടെ ഗുണഭോക്തൃ സംഗമം നടത്തി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ജേക്കബ് സ്വാഗതം ആശംസിച്ചു. ജോയിന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ റിപ്പോർട്ട് അവതരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബാഹുലേയൻ MD, അഡ്വക്കേറ്റ് ലിജോ പോൾ,
PP പോളി, ഷാൻഡി ജോസഫ്, ഇന്ദിര പ്രകാശൻ, ലീന ഡേവിസ്, രമ്യ വിജിത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രദീപ് PG നന്ദി പ്രകാശിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 95 രൂപ കൂടി ഗ്രാമിന് 7905 രൂപ, പവന് 63,240 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് കൊല്ലങ്കോട് സീതാർകുണ്ട് ഡാമിൽ വീണ് വരാക്കര സ്വദേശിയായ യുവാവ് മരിച്ചു. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദേശ പൗരൻ മരിച്ചു. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി മാറ്റിയിട്ട മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി യുവാവിന് പരിക്കേറ്റു. ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇരിങ്ങാലക്കുട നടവരമ്പിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവതി മരിച്ചു. നടവരമ്പ് സ്വദേശി 39 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. ആമ്പല്ലൂർ ജംഗ്ഷനിൽ കാലങ്ങളായി ശുദ്ധജലം ലഭിക്കാതിരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തതിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണന CPI അളഗപ്പ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃകാ കേന്ദ്ര ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. കൈതക്കുളം കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.